വിശദമായ വാർത്തകൾ നോക്കാം. ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന വിമാന സർവീസ് പുനരാരംഭിക്കും. അതിർത്തികൾ ശാന്തമാണെന്നും ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 40 മിനിറ്റാണ് ചർച്ച നീണ്ടുനിന്നത്. हमारे संबंधों को एक सकारात्मक दिशा मिली. सीमा पर डिसएंगेजमेंट के बाद शांति और स्थिरता का माहौल बना हुआ है. कैलाश मानसरोवर यात्रा फिर से शुरू की. दोनों देशों के बीच डायरेक्ट फ्लाइट भी फिर से शुरू की जा रही है. परस्पर विश्वास, सम्मान और संवेदनशीलता के आधार पर हम अपने संबंधों को आगे बढ़ाने के लिए प्रतिबद्ध हैं. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയും ലോകം ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്ന ചർച്ചയാണ് ചൈനയിൽ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അധിക തീരുവയുമായി ബന്ധപ്പെട്ട പുതിയ വിപണി സാധ്യതകൾ കൂടി തേടുന്ന ഇന്ത്യയ്ക്ക് ഈ ചർച്ചയിലുണ്ടാകുന്ന തീരുമാനങ്ങൾ നിർണായകമാണ്. ചർച്ചയെ പൊതുവെ എങ്ങനെ വിലയിരുത്തുന്നു? പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്ത് സൂചിപ്പിക്കുന്നു? സജു, ജിൽസി, എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും പരസ്പര സ്നേഹത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും നീങ്ങുമെന്നുള്ള സൂചനകളാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അതിന്റെ ഏകദേശം 40 മിനിറ്റോളം നീണ്ട ചർച്ചയിൽ വളരെ സൌഹൃദപരമായിട്ടായിരുന്നു ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ചത്. ഇന്ത്യയുടെ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വിദേശകാര്യമന്ത്രി, വിദേശകാര്യ സെക്രട്ടറി, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. എന്തായാലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും കാണാനായത് അതിയായ സന്തോഷമെന്നും ആനയും വ്യാളിയും തമ്മിലുള്ള ബന്ധം അത് ലോകത്ത് നിലനിൽക്കണമെന്നും ലോക രാജ്യങ്ങൾക്ക് മാതൃകയാകണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിന് മറുപടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറെ അനിവാര്യമാണ്. ലോക സമാധാനത്തിനും മനുഷ്യ രാശിയുടെ വിജയത്തിനും അല്ലെങ്കിൽ സമാധാനത്തിനും വേണ്ടി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈനയും നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കണമെന്നുള്ള അഭ്യർത്ഥന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രസ്താവന ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന ഉണ്ടാകും. അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. എന്തായാലും അതിർത്തി മേഖല ശാന്തമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളൊക്കെയും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ മറികടന്നുകൊണ്ട് പരസ്പര സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നിലനിൽക്കണമെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 40 മിനിറ്റുകളോളം നീണ്ട ചർച്ചയിൽ ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സജു. ഈ ചർച്ചയുടെ ഒരു പ്രധാന കാതൽ എന്തായിരുന്നു? പ്രധാനമായും ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ വിപണി കൂടിയാണ് ലക്ഷ്യമിടുന്നത്. ചൈനയാവട്ടെ ധാരാളം കയറ്റുമതി എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ്. ആ നിലയ്ക്ക് എന്തൊക്കെ സാധ്യതകൾ ഇന്ത്യക്ക് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തുണ്ട്? സ്വാഭാവികമായിട്ടും ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ നടന്നത്? ജിൽസി, എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാർ അത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കോർ എന്ന് പറയുന്നത്. അതായത് അമേരിക്കയുടെ അധിക തീരുവ മറികടക്കാൻ വേണ്ടിയുള്ള നയങ്ങളായിരുന്നു ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലെ ജപ്പാനുമായിട്ടാണെങ്കിലും റഷ്യയുമായിട്ടാണെങ്കിലും ഒടുവിൽ ചൈനയുമായിട്ടാണെങ്കിലും ചർച്ച നടത്തുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റുമായിട്ടൊക്കെയും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം അത് തന്നെയാണ്. എന്തായാലും ഇന്ത്യ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യാപാര കരാർ തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കയെ തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു വ്യാപാര കരാർ, പ്രത്യേകിച്ച് ഒരു വ്യാപാര വിപണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ അത് ചൈനയോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇന്ത്യ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യന്ത്ര സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുക, അതോടൊപ്പം തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്സ് അത് കൊണ്ടുവരിക, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നൂതനമായിട്ടുള്ള സാങ്കേതിക തരംഗം ഇന്ത്യയിൽ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ മറ്റു ചില ധാതുക്കൾ അടക്കമുള്ളത്
ഇറക്കുമതി ചെയ്യുക, ചിപ്പുകൾ, ഇലക്ട്രോണിക് ചിപ്പുകൾ, അതോടൊപ്പം തന്നെ വാഹന നിർമ്മാണത്തിന് ആവശ്യമായ ലിഥിയം ബാറ്ററികൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് വാഹനങ്ങളുടെയൊക്കെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിർത്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ശാന്തമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം കൂടുതൽ ഊഷ്മളതയിലേക്ക് പോകാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളും താല്പര്യപ്പെടുന്നത്. എന്തായാലും അമേരിക്കയ്ക്കെതിരെ ഒരു കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് ലക്ഷ്യം. അത് കൃത്യമായിട്ട് ഇന്നത്തെ ഈ മീറ്റിംഗിലൂടെ സാധിച്ചു. അത് വിജയകരമാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്താൻ സാധിക്കുന്നത്. ജിൽസി. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.